ആണോ? പിണറായി വിജയനാണോ നിങ്ങളുടെ തൊഴിലുറപ്പിന്റെ കൂലി കൂട്ടുന്നത്? അല്ല. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. 2014 ചായക്കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള നരേന്ദ്ര ദാമോദർദാസ് മോഡി, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഗുജറാത്തിലെ വട്നഗർ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ ചായക്കറ്റിൽ, അവർക്ക് ഈ ചായക്കറ്റിലാണ്, ഗുജറാത്തിലെ ചായ വെക്കുന്ന ജോലിയാണ് ട്രെയിനുകളിൽ. അപ്പൊ ഈ അച്ഛൻ ചായയായിട്ട് പോകുമ്പോ ഈ മകൻ ചെറുപ്പകാലത്ത് കെറ്റിലുമായിട്ട് പോകും, ചായ തീരുമ്പോൾ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം വലിയ സവർണ ജാതിയിൽപ്പെട്ട ആളൊന്നുമല്ല, ഒരു OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്, പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ചായ കൊടുക്കുന്നതിന് അദ്ദേഹത്തിന്റെ കുടുംബം പുലർത്താൻ, കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ, പാവപ്പെട്ടവന്റെ വേദന അറിയുന്ന നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയതാരാ? BJP. മാത്രമല്ല, നിങ്ങളെപ്പോലെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വലിയ വർഗീയവാദിയാണ്, മുസ്ലിങ്ങളെ കൊല്ലും, ക്രിസ്ത്യാനികളെ കൊല്ലും, ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. 2014 അധികാരത്തിൽ വന്നിട്ട് അദ്ദേഹം ഏതെങ്കിലും മുസ്ലിങ്ങളെ കുത്തിക്കൊന്നു? അദ്ദേഹം ഭരണം നടത്തി. നിങ്ങളുടെ 170 രൂപ ഉണ്ടായിരുന്ന ശമ്പളം BJP ആദ്യം അധികാരത്തിൽ വന്നപ്പോ ഇവര് പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ പോകുന്നു, നിങ്ങളെല്ലാം പിരിച്ചുവിടാൻ പോവുകയാണ്. ആരാ പറഞ്ഞേ? ഇടതുപക്ഷവും വലതുപക്ഷവും. 170 രൂപ കിടന്ന ഇപ്പൊ നിങ്ങൾക്ക് 300 രൂപയ്ക്ക് പുറത്ത് ശമ്പളമായി. തൂമ്പായ്ക്ക് 10 രൂപ ഉണ്ട്, ഈ പിടിച്ചിരിക്കുന്ന തൂമ്പായ്ക്ക് 10 രൂപയുണ്ട്. പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഇനി കൂടാൻ പോകുന്നു. BJP ഉൾപ്പെടെയുള്ളവർ നിവേദനം കൊടുത്തു കഴിഞ്ഞു. 150 ദിവസമെങ്കിലും കുറഞ്ഞത് ഞങ്ങളുടെ തൊഴിലുറപ്പ് അമ്മമാർക്ക്, സഹോദരിമാർക്ക് ഇവിടെ തൊഴിലുറപ്പ് വരുത്തണം. 3 സീറ്റുള്ള CPM-കാരനെ കൊണ്ടാണോ കഴിയുന്നത്? 303 സീറ്റുള്ള BJP-യെ കൊണ്ടാണോ കഴിയുന്നത്? ഇത് കൂട്ടുന്നത് ആരാ? ഇവരല്ല. ഇവരെ ഇവിടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ച് നിങ്ങളുടെ ഇന്ന് 30 രൂപ വേണമെങ്കിൽ പിരിക്കും, ഡൽഹി പോകണം, നിവേദനം കൊടുക്കണം, നിങ്ങളുടെ ശമ്പളം ഞങ്ങൾ മുഖാന്തരമാണ് കൂട്ടുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇന്ന് പൈസ പിരിക്കും. പക്ഷെ നരേന്ദ്രമോദി അങ്ങനെയല്ല, നിങ്ങളുടെ ശമ്പളം കൂട്ടുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, കർഷകരുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ വീതം ഒരു വർഷം, 6000 രൂപ. അമ്മയുടെ ഓർമ്മയിൽ വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രി 6000 രൂപ അക്കൗണ്ടിൽ തന്നിട്ടുണ്ടോ? ഒറ്റ മനുഷ്യർ കൊടുത്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. പെൻഷൻ കൊണ്ട് ചെന്നാൽ 100 രൂപ 200 രൂപ വീതം പിരിവെഴുതും. അരിവാൾ ചുറ്റിക, അരിവാൾ നെൽക്കതിർ. നരേന്ദ്രമോദിയുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നപ്പം താമരയിലെ ആരെങ്കിലും വന്ന് നിങ്ങളോട് പൈസ ചോദിച്ചു? ചേച്ചി, ഒരു 6000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നല്ലോ, അതിൽ നിന്ന് ഞങ്ങൾക്കൊരു 100 രൂപ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിന് തരണമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഇതിലൂടെയാണ്. പാവപ്പെട്ട കർഷകന്റെ അക്കൗണ്ടിലേക്ക് 6000 രൂപ കൊടുക്കുന്നു, തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കൂട്ടുന്നു, അതുപോലെ തന്നെ 10000 രൂപയാക്കാൻ പോവുകയാണ് ഈ കർഷകരെ. ഞാനത് പറഞ്ഞു വരികയാണ്. കർഷക സമ്മാൻ നിധി വന്നപ്പോ ഇവിടുത്തെ മേറ്റുമാർ, അതുപോലെ തന്നെ CPM അനുഭാവികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ പറ്റിയിട്ട് കൊടുക്കരുത്. അമ്മയോട് പറഞ്ഞാണ്. ആ പറ്റിയിട്ട് കൊടുത്താൽ നരേന്ദ്രമോദി ഈ വസ്തു ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നവരെ പറഞ്ഞു. പലരും കൊടുക്കരുതെന്ന് പറഞ്ഞു, പലരും. നരേന്ദ്രമോദിക്ക് 5 പൈസ അഴിമതിയില്ല. നരേന്ദ്രമോദിക്ക് നിങ്ങളുടെ വസ്തു ഒന്നും വേണ്ട, BJP-ക്ക് നിങ്ങളുടെ വസ്തു വേണ്ട. ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരിയുടെയും പിന്നെ ഇതിന് വഴങ്ങുന്ന ആളല്ല അദ്ദേഹം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വീട്ടിലും അതുപോലെ മുഖ്യമന്ത്രിയുടെ മക്കൾ 2 പേരുണ്ട്. അല്ല, പാർട്ടി സെക്രട്ടറി 2 മക്കളുണ്ട്. CPM-ന്റെ പാർട്ടി കോടിയേരി ബാലകൃഷ്ണൻ, പാവപ്പെട്ടവന്റെ പാർട്ടി. അച്യുതാനന്ദന്റെ പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ പാർട്ടി. അച്യുതാനന്ദ അഴിമതി നമ്മൾ പറയുന്നില്ല. ഈ പാവപ്പെട്ടവന്റെ പാർട്ടിക്കാരന്റെ മക്കൾ ഇന്ന് ജയിലിൽ പോയിരിക്കുന്നതിനെ കഞ്ചാവ് വിറ്റേന്, മയക്കുമരുന്ന് വിറ്റേന്. അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എങ്കിൽ നാവടാപ്പാട് വിടണം. കർഷകന്റെ പാർട്ടിയാണത്. ഇവിടെ കിളയ്ക്കുമ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നാൽ മതിയല്ലോ. അയാൾ യുവതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്നു. അതിന്റെ പങ്ക് പറ്റുന്നു. നമുക്കറിയാം, ലൈഫ് പദ്ധതിയിലെ വീടിന് അപേക്ഷിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരാണ്. അവരുടെ വീട് പണിയുന്നതിന് വടക്കാഞ്ചേരിയിൽ വന്നപ്പോൾ അതിന്റെ കമ്മീഷൻ അടിച്ചു. നമ്മൾ TV-യിൽ എടുത്ത് കാണിക്കും. 4 ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടി അതിന്റെ കമ്മീഷൻ ഇവന്മാർ അടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മൾ രാഷ്ട്രീയം പറയല്ല. BJP-യുടെ ഒരു നേതാവിനും മന്ത്രിക്കുമെതിരെ ആരോപണങ്ങളില്ല. ഈ പദ്ധതി നടപ്പിലാക്കിയതിന് പൈസ കൊണ്ടുപോകും. പാവപ്പെട്ട BPL തൊഴിലാളികൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തു. ലോകാരോഗ്യ സംഘടന നടത്തിയിട്ടുള്ള പഠനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ശ്വാസകോശ രോഗികളായിട്ടുള്ള ആൾക്കാരുള്ളത് ഇന്ത്യയിലാണ്, സ്ത്രീജനങ്ങൾ. കാരണം എന്താ? ഈ അടുപ്പിൽ, വടക്കേന്ത്യയിലേക്ക് അടുപ്പിൽ ഈ വിറക് വെച്ച്, പണ്ട് കാലത്ത് നമ്മൾ ചെയ്യുന്ന വിറക് വെച്ച് ഊതി ഈ ശ്വാസകോശത്തിന് കുഴപ്പമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൗജന്യമായിട്ട് നമുക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കണം. ഉജ്ജ്വൽ യോജന പദ്ധതി ഇവിടെ നടപ്പിലാക്കി. നിങ്ങൾക്കെല്ലാം കിട്ടും.
ഇത് വാർഡ് മെമ്പർ ചിലപ്പോൾ CPM അവർ പറയും ഇതെല്ലാം ഞാൻ തരുന്നതാണ്. അവരുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് തരുന്നതല്ല, നമ്മളുടെ നരേന്ദ്രമോദി സർക്കാർ തരുന്നതാണ്. അപ്പൊ നിങ്ങളോട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്, കർഷക സമ്മാൻ നിധി ഇവിടെ നടപ്പിലാക്കി, തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കൂട്ടി, ഇനി 150 ദിവസം ഉറപ്പുവരുത്തുന്നു, 400 രൂപ ശമ്പളം ഞങ്ങൾ നിവേദനം കൊടുക്കും. ഞങ്ങൾ കൊടുക്കുന്നതിന് വിലയുണ്ടത്. BJPയുടെ ആൾക്കാർ നരേന്ദ്രമോദിക്ക് ഒരു പെറ്റീഷൻ കൊടുത്താൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കൂട്ടിയിരിക്കും. കാരണം ജനങ്ങളുടെ പിന്തുണയുണ്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അവസാനമായിട്ട് നടന്നപ്പോൾ ഇവർ പറഞ്ഞു തോക്കാൻ പോവുകയാണ്, BJP തോക്കാൻ പോവുകയാണ്. അവസാനം എണ്ണി വന്നപ്പോൾ വീണ്ടും BJP. അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നിങ്ങളെ സഹായിക്കാൻ BJP തയ്യാറാണ്. രമ്യശ്രീ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കും. വാർഡിൽ നിങ്ങളുടെ ഒരു കുഞ്ഞനി, നിങ്ങളുടെ കൊച്ച്, അവളോട് നിങ്ങൾക്ക് എന്തും പറയാം. മക്കളെ ഇത് ശരിയാക്കി തരണം. വിദ്യാഭ്യാസമുള്ള BBA കഴിഞ്ഞിട്ടുള്ള ഒരു കൊച്ചാണത്. ഒരു പാവപ്പെട്ട കുട്ടിയെ നിങ്ങളുടെ നേതാവാക്കുക, അല്ലാതെ പണക്കാരികളെയും ബാങ്കിൽ നിന്ന് കൊള്ളയടിക്കുന്നവരെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരികളെയും അല്ല വേണ്ടുന്നത്. ഒരു മാറ്റം വേണം. നമ്മുടെ ആചാരം സംരക്ഷിക്കണം. അയ്യപ്പനെ കുറിച്ച് നമുക്കറിയാം, ഞാനിവിടെ പറയുന്നില്ല എന്ന് വിചാരിച്ച. അയ്യപ്പനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം മലമുകളിൽ ഇരിക്കുകയാണ്. അശുദ്ധി വരാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് സ്വസ്ഥമായിട്ട് പോയിരിക്കുന്ന അവിടെ പോയിടത്ത് രാത്രിയില് ഈ പറയുന്ന തലയിൽ മുണ്ടിട്ട് ഉറങ്ങിക്കിടന്ന ആൾക്കാരെ കയറ്റിയതാരാ? അതിനുശേഷം ഗതി പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കണം. അതിനുശേഷം ഗതി പിടിച്ചിട്ടുണ്ടോ? അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ യോഗമുദ്രയിലിരിക്കുന്ന നിത്യ ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക് ഇത്തരത്തിൽ 10നും 55 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീജനങ്ങളെ കയറ്റി വിട്ടത് ആരാണ്? നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾ രാഷ്ട്രീയം പറയുകയല്ല. അതിനുവേണ്ടി അടികൊണ്ടവരാണ് BJPക്കാർ. ആ ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജയിലിൽ പോയിട്ടുള്ളവരാണ് ഞങ്ങളെ പോലെയുള്ള അനേകം സഹോദരങ്ങൾ. നമുക്കത് സംരക്ഷിക്കപ്പെടണം. അത് ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒന്നും നമ്മളെതിരല്ല. അവരുടെ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്നതിനോ അവര് ആചാരങ്ങൾ കൊണ്ടുവരുന്നതിനോ എന്തിനും നമ്മൾ അനുകൂലമായിട്ട് നിൽക്കുന്നവരാണ്. നമ്മുടെ ഭൂരിപക്ഷ ജനതയുടെ ആചാരം സംരക്ഷിക്കുന്നതിന് നിന്നവരാരാണ്? അതിന് അടികൊണ്ടവരാരാണ്? നിങ്ങൾ ഓർക്കണം. അതിനുശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രളയം, എല്ലാ രോഗങ്ങളും ഉണ്ടായി. ഛിന്ന ഭിന്നമായി പോയില്ലേ? അവരുടെ മുഖ്യമന്ത്രിക്ക് സ്വസ്ഥതയുണ്ടോ? അവരുടെ പാർട്ടി സെക്രട്ടറിമാർക്ക് സ്വസ്ഥതയുണ്ടോ? ഇല്ല. അപ്പൊ അനിവാര്യമായ മാറ്റം. അയ്യപ്പനോട് കളിച്ചവർക്ക് ബാലറ്റിലൂടെയാണ് മറുപടി നൽകേണ്ടത്. അതിന് നിങ്ങൾ താമരമുദ്രയിൽ വോട്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, എന്റെ സഹോദരിമാരെ രണ്ടുപേരെയും വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, എന്നെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.